നാം വസിക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ നാം നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഭൂമിയുടെ മധ്യഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ദിക്കുകളിലെ എല്ലാ ദിക്കുകളിലേക്കും ഊർജം പ്രസരിക്കുന്ന ഒരു വലിയ ശക്തിമത്തായിട്ടുള്ള ഒരു ഊർജ കേന്ദ്രമാണ് നമ്മുടെ വീടിൻ്റെ മധ്യസ്ഥാനം. ആ മധ്യസ്ഥാനത്തിന് നമ്മൾ ബ്രഹ്മസ്ഥാനം എന്നാണ് പറയുന്നത്. ബ്രഹ്മസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ നാഭിഭാഗം നമ്മളുടെ മധ്യഭാഗം, ആ ഭാഗമാണ് നമ്മുടെ എല്ലാത്തരം ക്രിയേറ്റീവായിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിപരമായിട്ടുള്ള എല്ലാതരം ഊർജങ്ങളും അവിടെ നിന്നാണ് നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ശക്തി നൽകുന്നത്. അതുപോലെ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള വലിയൊരു ശക്തി കേന്ദ്രമാണ് നമ്മുടെ വീടിൻ്റെ മധ്യസ്ഥാനം അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനം. അത് നമുക്കറിയാം, നമ്മൾ 4 ഭാഗിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സെൻറ്റർ കൂട്ടിമുട്ടുന്ന ആ ഭാഗമാണ് മധ്യസ്ഥാനം അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനം. ഈ ബ്രഹ്മസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തത്ര വലിയ ഒരു ശക്തി കേന്ദ്രമാണത്. ആ ഭാഗത്തിലെ ശക്തി, ആ ഭാഗം ശരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ, അവിടെ മറ്റൊരു നിർമ്മാണങ്ങളും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുക നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥലമാണെങ്കിൽ വലിയ ഊർജ സ്രോതസ്സായിട്ട് ആ മധ്യസ്ഥാനം നമുക്ക് വലിയ ആനുകൂല്യം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ഒരിക്കലും പല വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ മധ്യസ്ഥാനത്ത് നമ്മൾ ഈ വീടിൻ്റെ 4 ഭാഗമാക്കി തിരിച്ച് അതിനെ നടുമുറ്റമൊക്കെ ഉണ്ടാക്കി അവിടെ മഴവെള്ളം ചാടിക്കുന്നതും കൂടുതൽ സൂര്യപ്രകാശം തട്ടുന്ന രീതിയിലൊക്കെ പഴയ കാലത്തെ നിർമ്മാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തും ഈ ഒരു നടുമുറ്റം പോലെ പലരും വീടിൻ്റെ സെൻട്രലായിട്ട് ഒരു ഭാഗം ഒഴിച്ചിടുക, വലിയൊരു കുഴി പോലെ ഉണ്ടാക്കി താഴ്ചയിൽ കുഴിയൊക്കെ ഉണ്ടാക്കി അതിൽ വെള്ളം നിറച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട, നമുക്ക് അബദ്ധമുണ്ടാകുന്ന ഒരു പ്രധാന കാരണമാണ് ഒരിക്കലും നമ്മളെ മധ്യസ്ഥാനം കുഴിഞ്ഞു നിൽക്കാൻ പാടില്ല. നമ്മുടെ മധ്യസ്ഥാനം താഴ്ന്നു നിൽക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും അധികം നമുക്കതിൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ എന്തോ മധ്യസ്ഥാനത്ത് നിന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കുഴിച്ച് അതൊരു കുഴിയായിട്ട്, ഒരു ചതുരത്തിലുള്ള കുഴിയൊക്കെ ആയിട്ട് അവിടെ മീനുകളെയും അതുപോലെ വെള്ളമൊക്കെ നിറച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് ഊർജ്ജ കേന്ദ്രമാവില്ല, യഥാർത്ഥത്തിൽ നമുക്കത് വിപരീത ഫലമാണ് ശരിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരിക്കലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മധ്യസ്ഥാനം ഒരിക്കലും താഴ്ന്നു പോകരുത്. ആ മധ്യസ്ഥാനം ഒരു ശരിയായ ലെവലിൽ ആ മധ്യസ്ഥാനത്തെ നമ്മൾ ഉപയോഗിക്കണം. ഇനിയിപ്പോൾ അവിടെ നടുമുറ്റമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും വലിയൊരു കുഴി ഉണ്ടാക്കുന്നത് അത്ര അഭികാമ്യമല്ല എന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. കാരണം അവിടെ നമുക്ക് ലേശം അതിൻ്റേതായിട്ടുള്ള ഒരു ഉയർച്ച തന്നെ അവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള ഊർജ ശക്തി എല്ലാ 8 ദിക്കിലുകളിലേക്കും അതിൽ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൂടുതൽ ഊർജം പ്രസരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും ആ മധ്യസ്ഥലത്തെ നമ്മൾ ഒരിക്കലും അടച്ചു കളയുകയോ ആ മധ്യസ്ഥലത്ത് വലിയ ബീമുകളോ അല്ലെങ്കിൽ വലിയ ഭാരമുള്ള എന്തെങ്കിലും കൊണ്ട് വെക്കുകയോ ഒന്നും ചെയ്യരുത്. ആ ഭാഗം നമ്മൾ ഫ്രീ ആക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടത്, ഇപ്പം നമ്മളിങ്ങനെ കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ മലർന്നാണ് കിടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ശ്വാസം എടുക്കുന്നത് ശരിക്ക് ഏത് ഭാഗം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്വാസം എടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മുടെ വയറ് കൊണ്ടാണ്. നമ്മൾ ശ്വാസം എടുക്കേണ്ടത്. വയറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറ് കൊണ്ടാണ്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ആ വയറിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരെയൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആ വയറിൻ്റെ മുകളിൽ കൈ വയ്ക്കുക അല്ലെങ്കിൽ കാല് വയ്ക്കുക അല്ലെങ്കിൽ ഭാരപ്പെട്ട എന്തെങ്കിലുമൊക്കെ വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ഉറക്കത്തിനും അതുപോലെ നമ്മൾ ഉച്ഛ്വാസത്തിനും വലിയ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നാഭിഭാഗം, ആ സെൻട്രൽ ഭാഗം, വീടൊരു ശരീരമാണെന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വായുവിനെ സ്വീകരിച്ച് ആ ഉയർച്ച താഴ്ചകൾക്കുള്ളൊരു സാഹചര്യം
ആ വീട് ഒരു ശ്വാസം വലിക്കുന്നത് ആ വയറുകൊണ്ടാണ് എന്നുള്ളൊരു സങ്കല്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇത് വെറുതെ പറയുന്നതല്ല. ഇതൊരു മധ്യസ്ഥാനം എന്ന് പറയുന്ന ആ നാഭിഭാഗത്തെ നമ്മൾ അതിൻ്റെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ശരിക്ക് ജീവൻ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മധ്യസ്ഥാനം നമ്മൾ ഫ്രീ ആയിട്ടിട്ട് അതിനെ ശ്രദ്ധയോടുകൂടി നമ്മൾ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ വീട് ഒരു ശ്വാസം മുട്ടിയ പോലെ ആയിരിക്കും. തീർച്ചയായിട്ടും ശ്വാസം മുട്ടിയ ഒരു വീട്ടിൽ താമസിക്കുന്ന അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഊർജമില്ലാതെ, ഒരു എനർജി ഇല്ലാതെ, ഒരു ശോഷിച്ച അവസ്ഥയിലേക്ക് കാലക്രമേണ പോവാൻ സാധ്യതയുണ്ട്. ആ കാലക്രമേണ ശ്വാസം മുട്ടിലേക്ക് പോവുകയും നമുക്ക് ഊർജ്ജസ്വലത കുറയുകയും യഥാർത്ഥത്തിൽ നമ്മുടെ ശാരീരിക ബലത്തിന് അഭാവം സംഭവിക്കുകയും കുറവുകൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പ്രവർത്തനശേഷി കുറയുകയും നമ്മൾ എല്ലാ മേഖലയിലുള്ള മാന്ദ്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് മാന്ദ്യം ഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ പല മേഖലകളിലും മാന്ദ്യങ്ങൾ ഭവിച്ച് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വീട്ടിൽ വാസ്തുപരമായിട്ടുള്ള കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അല്ലാതെ മറ്റു രീതിയിലല്ല. ഇതിനെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാസ്തു വലിയൊരു ശക്തിമത്തായിട്ടുള്ള, നമ്മളേറ്റവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, നമ്മളെ ശരീരത്തെ പോലെ തന്നെ നമ്മളെ ശരീരം എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതാണ്, എത്രത്തോളം നമ്മൾ അതിനെ സംരക്ഷിക്കണം, അതുപോലെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട ഒരു സംവിധാനമാണ് നമ്മളുടെ ഗ്രഹം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ആരും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ വീട് നിർമ്മാണം വെച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ വാസ്തു പ്രശ്നങ്ങളും പലതര പ്രയാസങ്ങളും ഒക്കെ വീട്ടിലുണ്ടാകുന്നത്. അല്ലാതെ മറ്റു തരത്തിൽ അവിടെ പിന്നെ ചൂല് വെച്ചത് കൊണ്ടോ ഇവിടെ മുറം വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കത്തി അങ്ങോട്ട് തിരിച്ചു വെച്ചത് കൊണ്ടോ തോരട്ടത് ഇവിടെ കൊണ്ടോ അല്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് യഥാർത്ഥം എന്താണ് അതിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ ഒരു മധ്യസ്ഥാനം എന്ന് പറയുന്നത് ശ്വാസമെടുക്കുന്ന വയറിനെ പോലെ തന്നെ നമ്മൾ അത്രയും പ്രധാനപ്പെട്ട, നമ്മെ നാഭിയെ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ വീടിൻ്റെ മധ്യസ്ഥാനം, ആ ബ്രഹ്മസ്ഥാനം നിങ്ങൾ സങ്കല്പിച്ചു. ആ ബ്രഹ്മസ്ഥാനത്ത് എല്ലാ ഭാഗത്തേക്കും ഊർജ്ജ പ്രസരണം നടക്കുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെയുണ്ടായാൽ തീർച്ചയായിട്ടും ആ ബ്രഹ്മസ്ഥാനം മാത്രം നന്നാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വീടിൻ്റെ എല്ലാ ദിക്കുകളും ശക്തമായിരിക്കും, എല്ലാ ഭാഗങ്ങളും ശക്തമായിരിക്കും. അവിടെ താമസിക്കുന്നവർക്കും അന്തേവാസികൾക്കും എല്ലാവർക്കും നല്ല ഒരു ശക്തിമത്തായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ തീർച്ചയായിട്ടും ആ ബ്രഹ്മസ്ഥാനത്ത് നിന്നുണ്ടാവുന്ന ഊർജത്തെ നമുക്ക് അനുകൂലമാക്കിയെടുക്കും. എന്തായാലും നമ്മൾ ആ ബ്രഹ്മസ്ഥാനത്തെ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ബ്രഹ്മസ്ഥാനത്തെ, ആ മധ്യസ്ഥാനത്തെ നമ്മൾ വെച്ച് കളിക്കരുത്. അത് നമ്മൾ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തണം, അതിനെ നമ്മൾ നിലനിർത്തണം, അതിനെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഈ ശാസ്ത്രത്തിനെ അനുകൂലമായിട്ട് കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റെ എല്ലാവിധ തരത്തിലുള്ള ആനുകൂല്യം നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ.